ഹേ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. സോ അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ വണ്ടി എടുത്ത് നമ്മൾക്ക് 2 വണ്ടിയുണ്ട്. അത് നമ്മൾ ഇഗ്നിസ് എടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ നേരെ വാഗമണ്ണിന് പോവുകയാണ്. വാഗമണ്ണ് ഹൈ റേഞ്ച് കയറാൻ പോവുകയാണ്. ഞങ്ങളുടെ അവധിയായിട്ട് ഞങ്ങൾ കറങ്ങാനൊക്കെ പോവുകയാണ്. സോ ഞങ്ങൾ 4 പേരും ഉണ്ട്. അപ്പോൾ നമുക്ക് വാഗമണ്ണിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ വരും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മലനിരകൾ തുടങ്ങി. മേലോട്ട് കയറും തോറും കോടമഞ്ഞ് നമ്മളെ പൊതിയുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ്. മേലോട്ട് കയറും തോറും വ്യൂ എല്ലാം മാറി മറിയുകയാണ്. അതൊരു വേറെ ലെവലാണ്. അടിപൊളി വൈബ്, അടിപൊളി നല്ല വൈബാണ്. നിങ്ങൾ ഒരു സമയത്ത് എപ്പോഴെങ്കിലും വാഗമണ്ണൊന്ന് പോയി നോക്കണം, അപ്പം അറിയാം വൈബ്. ഗൈസ്, അപ്പോൾ നമ്മൾ കുരിശുമല അടുക്കാറായി. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വനത്തിനുള്ളിൽ കൂടെയുള്ള യാത്രയിലാണ്. വനത്തിനകത്ത് ഫുള്ള് സൈഡിൽ കൊക്കയാണ്. പിന്നെ കുറെ അരുവികളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. സൈഡിലാണ് കുറെ മലകളും കുറെയൊക്കെ നമ്മൾ കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ്, നല്ല മല. പിന്നെ ക്യാമറയ്ക്കകത്ത് ആയതുകൊണ്ട് വണ്ടിയിൽ നല്ല കംഫർട്ടാണ്, മലകളും സൈഡിൽ കൂടെ ഇങ്ങനെ. പിന്നെ കോടയൊക്കെ നമ്മളിങ്ങനെ പുതിയുമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അവിടെ പോയി നല്ല രസമായിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. മച്ചന്മാരെ, അങ്ങനെ അപ്പം നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ചെവി എല്ലാം പെട്ടെന്ന് അടയും. ഭൂമിയിൽ നിന്ന് മേളിലേക്ക് മലയിലോട്ട് കയറുമ്പോൾ നമ്മുടെ ചെവിയെല്ലാം അടഞ്ഞു പോകും. നമ്മളിങ്ങനെ കുറെ കഴിയുമ്പോൾ മലയിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോഴേ ചെവി തുറക്കത്തുള്ളു. ഒരു കുട്ടി അടയുന്ന പോലെ. എത്ര നാള് കാണും നമുക്ക് പോലും അറിയില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് ഫാമിലിയുടെ ഒക്കെ കൂടെ അടിച്ചു പൊളിച്ച് ഇങ്ങനെയൊക്കെ നടക്കുക. മാക്സിമം പറ്റുന്നത്ര അപ്പൊ നമ്മള് നമ്മുടെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ചെന്ന് ഞങ്ങൾ ഐസ്ക്രീം, ഒരു കടയുണ്ട്. ആ കട ഉണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീം കഴിക്കും. അപ്പോൾ അവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കാം. ഓക്കെ ബൈ. വാഗമണ്ണ് കഴിഞ്ഞ് ഇപ്പം നമ്മൾ കുരിശുമലയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുരിശുമല ജസ്റ്റ് ഒന്ന് കയറുന്നേ ഉള്ളൂ. അല്ല, എക്സ്പ്ലോറിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് കയറുന്നു, കാണുന്നു, വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തോണ്ടാണ് കയറുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഞങ്ങളുടെ പേരിൽ എഴുതി വെക്കുവാണ്. അലക്സിയോ, ആൽബിയോ, അന്റോണിയോ, കല്ലും വെച്ച് കിട്ടി. അത് വെച്ച് ഞങ്ങളെല്ലാവരും റെഡ്
കല്യാണം കിട്ടി guys. അവിടെ കിടന്ന് കിട്ടിയതാണ്. ഓക്കെ, നമ്മളെല്ലാവരുടെയും പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫൈനലി നമ്മുടെ വ്യൂ പോയിന്റ് മുട്ടക്കൊന്നിൽ എത്തിയിരിക്കുകയാണ്. മുട്ടക്കൊന്ന് പറയുന്നത് കേറുമ്പോൾ നല്ല ഫീസാണ് നമ്മുടെ മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുട്ടക്കൊന്ന് ജസ്റ്റ് ആ വഴി നിന്ന് കാണുമ്പോൾ നല്ല സീൻ വ്യൂ ആണ്. മുട്ടക്കൊന്ന് പറയുന്നത് നല്ലൊരു സ്ഥലമാണ്. എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനത്തെ സ്ഥലമൊക്കെ നല്ലതാണ്. ഓക്കെ ഗൈസ്, സീൻ സ്ഥലമാണ് കേട്ടോ. That is money. Money makes power. Power manipulates everything. ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഫുള്ള് മലയൊക്കെ ആണെങ്കിൽ ഫുള്ള് കോടമഞ്ഞുകൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മളൊരു മാഷ്മെല്ലോ മുട്ടായി പൊതിഞ്ഞ് അതിങ്ങനെ പഞ്ഞു പോയിരിക്കത്തെ അതുപോലെ ഇങ്ങനെ മേഘം മൊത്തം നമ്മുടെ ഈ ക്ലൗഡ്സ് എന്നാണ് നിങ്ങൾക്ക് കണ്ടാൽ തോന്നത്തുള്ളൂ. പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. ഫുള്ള് കോടയാണ്, നമുക്ക് ഒന്നും കാണത്തില്ല. തിരിച്ചു വന്നപ്പോൾ നല്ല ടഫായിരുന്നു. പക്ഷേ അവിടുത്തെ വ്യൂ, അവിടുത്തെ എക്സ്പീരിയൻസും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഗൈസ്. നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും പോകണം. നല്ലൊരു സ്ഥലമാണ്. എനിക്കാണ് അതിനെപ്പറ്റി ഒരഴുക്ക് കാര്യങ്ങളും പറയാനില്ല. സ്ഥലത്തിനെ പറ്റി നല്ല സീൻ സ്ഥലം. ബെസ്റ്റ് എക്സ്പീരിയൻസ് എവർ. അതോ തേയിലത്തോട്ടം ഹാഫായി. ഇവിടെ ഫുള്ള് നല്ല പച്ചപ്പായിട്ടാണ് കിടക്കുന്നത്. അങ്ങോട്ടൊരു ഡാർക്ക് ഗ്രീന്, ഒരു ഗ്രീനറി വ്യൂ ഗൈസ്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് വന്ന ഇങ്ങനെ ഓടിച്ചോടിച്ചോടിച്ച് കുറേ പോയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് എത്തിയത്. ഇവിടുന്ന് ഇനിയും കുറേ അങ്ങോട്ട് പോകണം. അവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞിറങ്ങി വരുന്നുണ്ട്. മിക്കവാറും വന്ന് മൂടും. അവിടുന്ന് മഴക്കാറും കയറി വരുന്നുണ്ട്. മഞ്ഞും മഴക്കാറും നല്ലതായിരിക്കും. ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അവിടെ കുറേ വണ്ടി ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ അവിടുന്ന് വന്നതാണ് കേട്ടോ. അവിടുന്ന് ഇങ്ങനെ കയറി വന്ന് നല്ല വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത്. ആ ഏലത്തോട്ടം കാണുവാണെങ്കിലും തന്നെ നല്ലൊരു വ്യൂ പോയിന്റ്. ഗായ്സ്, അപ്പോൾ നമ്മൾ കുറച്ച് പോയപ്പം കുറേ കുരങ്ങന്മാരും കുറച്ച് അരുവികളും നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വന്നപ്പോൾ നല്ല അരുവി, നല്ല സീനാണ് കേട്ടോ അരുവി. പിന്നെ കുരങ്ങന്മാർ. നമ്മളങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി കുറേ പോയാലേ വീട് വരെ എത്തത്തുള്ളൂ. ടൈം എടുക്കും. രാത്രിയാണ്, നല്ല ടൈം എടുക്കും. നമ്മൾ 1 ഡേ ട്രിപ്പായിരുന്നു. അവിടെ ഒരു ഫോണിൻ്റെ സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട്. അതിലാണ് ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. 2 ഐറ്റമൊക്കെ മേടിച്ചിട്ടുണ്ട് അവിടെ. ഇപ്പോൾ ഇവിടെ കോട കയറാൻ തുടങ്ങി കേട്ടോ. കോട കയറി വരുന്നുണ്ട്. ഒന്നും കാണത്തില്ല. വീട്ടിൽ വന്നു, കാറെല്ലാം പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയില്ല. നല്ലൊരു ജേർണി ആയിരുന്നു. യാത്രയ്ക്കൊന്നും നല്ല കംഫർട്ടായിരുന്നു. പുതിയ ഇഗ്നീസ് ആയതുകൊണ്ട് നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രശ്നം ആർക്കും ഛർദ്ദിക്കാനും കാര്യങ്ങളൊന്നും വന്നില്ല. നല്ലൊരു യാത്രയായിരുന്നു. അപ്പം ഇനി ഞങ്ങളെ നെക്സ്റ്റ് വ്ളോഗിങ് വരുമായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ മിസ്റ്റേക്കൊക്കെ കാണും ഗൈസ്. നിങ്ങൾ കാര്യമായിട്ട് ക്ഷമിച്ചുവിടുക. ഇപ്പോൾ നിങ്ങൾ സാധാരണ ആൾക്കാരൊക്കെ ഷൂട്ട് ചെയ്യുന്ന പോലെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്, അതുകൊണ്ടാണ്. അപ്പോൾ
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ. ടാറ്റ. ബൈ. ഓക്കെ.